ചാൻസലറുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ വിസിമാർക്ക് സാവകാശം 6 ആഴ്ചയ്ക്കുള്ളിൽ ചാൻസലറായ ഗവർണർക്ക് തീരുമാനമെടുക്കാം. തീരുമാനം വിസിമാർക്ക് എതിരാണെങ്കിൽ 10 ദിവസത്തേക്ക് നടപ്പിലാക്കരുത്. വിസിമാർ ഉന്നയിച്ച നിയമപ്രശ്നവും UGC മാനദണ്ഡങ്ങളും പരിഗണിച്ചാണ് ഗവർണർ തീരുമാനമെടുക്കേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. രേഷ്മ ബാബുണ്ട് വിശദാംശങ്ങളുമായി. രേഷ്മ, വിവരങ്ങൾ. വിഷ്ണു, നേരത്തെ KTU-VC നിയമനം സുപ്രീം കോടതി അസാധുവാക്കിയതിനെ തുടർന്ന് ചാൻസലറായിട്ടുള്ള ഗവർണർ സംസ്ഥാനത്തെ 9 സർവകലാശാലകളുടെ വിസിമാരെ പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വിസിമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഈ മറുപടി നൽകാനായിട്ട് വിസിമാർക്ക് നിലവിൽ ഹൈക്കോടതി സാവകാശം നൽകിയിട്ടുണ്ട്. ഈ മറുപടി നൽകിയതിനു ശേഷം 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണർ തീരുമാനം കൈക്കൊള്ളണം. തീരുമാനം എന്തു തന്നെയാണെങ്കിലും അത് വിസിമാർക്ക് എതിരാണെങ്കിൽ 10 ദിവസത്തേക്ക് ആ തീരുമാനം നടപ്പിലാക്കുന്നതോടുകൂടി ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വൈസ് ചാൻസലർമാരുടെ എതിർവാദങ്ങൾ കൂടി ഗവർണർ പരിശോധിക്കണം. വിസിമാർ ഈ കാരണം കാണിക്കൽ നോട്ടീസിന്റെ ഉന്നയിച്ചിട്ടുള്ള നിയമപ്രശ്നങ്ങളും UGCയുടെ മാനദണ്ഡങ്ങളും അടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഗവർണർ തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഒപ്പം തന്നെ ഈ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്തുകൊണ്ട് വിസിമാർ നൽകിയ ഹർജിക്കൊപ്പമായിരുന്നു കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനം അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോവാറന്റോ ഹർജി. ആ കോവാറന്റോ ഹർജിയിന്മേലുള്ള വാദം 6 ആഴ്ചയ്ക്ക് ശേഷം എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ചാൻസലറായിട്ടുള്ള ഗവർണർ നൽകിയിട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസിന്മേൽ ഒരു മറുപടി നൽകാനായിട്ടാണ് ഇപ്പോൾ വിസിമാർക്ക് ഹൈക്കോടതി സാവകാശം അനുവദിച്ചിരിക്കുന്നത്. 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മറുപടി ലഭിച്ച് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗവർണർ തീരുമാനം കൈക്കൊള്ളണം. ആ തീരുമാനം ഹർജിക്കാരായിട്ടുള്ള വിസിമാർക്ക് എതിരാണെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് 10 ദിവസത്തേക്ക് മരവിപ്പിക്കണമെന്ന് കൂടി ഹൈക്കോടതി ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിസിമാർക്ക് സാവകാശം ലഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.